ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്ത് SIT മോഹൻലാലിന്റെയും മൊഴി എടുക്കും. ഈ ആഴ്ച എല്ലാവരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയാക്കും. VS അനു വിവരങ്ങളുമായിട്ടുണ്ട്. അനു, അപ്പോ ED ഈ ശബരിമലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുപ്പ് നേരത്തെ തന്നെ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഞങ്ങളിലെല്ലാം മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ED വ്യക്തത വരുത്തുന്നത്? ED അല്ല, വിജിലൻസ് ആണ്. അതായത് ശബരിമലയിലെ ഈ പറയുന്ന കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണ്ണക്കൊള്ള അത് അന്വേഷിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് ആണ്. വിജിലൻസിന്റെ പ്രത്യേക യൂണിറ്റ് ആണ് അന്വേഷിക്കുന്നത്. അവരാണ് ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ തന്നെ സേതു പറഞ്ഞതുപോലെ മോഹൻലാലും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകാൻ സന്നദ്ധരാണെന്ന് നേരത്തെ തന്നെ വിജിലൻസിനെ അറിയിച്ചിരുന്നു. രഞ്ജി പണിക്കർ, അതുകൂടാതെ തന്നെ നിർമ്മാതാവ് സുരേഷ് കുമാർ, അതുകൂടാതെ ഷാജി കൈലാസ് ഉൾപ്പെടെയുള്ളവർ ഈ 3 പേര് നേരത്തെ മൊഴി നൽകിയിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഇന്നലെയാണ് സുരേഷ് ഗോപിയുടെ മൊഴി എടുത്തിട്ടുള്ളത്. ശബരിമല ഈ പറയുന്ന കൊടിമര പുനഃപ്രതിഷ്ഠാ സമയത്ത് 27 പേരാണ് ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ സ്വർണം സംഭാവന ചെയ്തതായി പറയുന്നത്. ഈ ദേവസ്വം ഈ പറയുന്ന രേഖകളിൽ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ആളുകൾ കൂടുതൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇവർ നൽകിയ സ്വർണത്തിന്റെ കൃത്യമായ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. ഏതായാലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ മൊഴിയെടുക്കലാണ് സുരേഷ് ഗോപിയിൽ നിന്നും ഇന്നലെ പ്രത്യേക വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ മോഹൻലാലിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നാണ് പ്രത്യേക സംഘം അറിയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും ഈ സ്വർണ്ണ കൊടിമര കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അടക്കം അളവ് തിട്ടപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് വിജിലൻസ് ഉള്ളത്. ഓക്കെ, ശരി.